ലോകത്ത് ഒരിക്കലും ഒരു വ്യക്തിയോടും കാണിക്കാൻ പാടില്ലാത്ത മര്യാദകേടാണ് ഇടതുമുന്നണിയും ചില മാധ്യമങ്ങളും തന്നോട് കാണിക്കുന്നതെന്ന് ഡോക്ടർ എം കെ മുനീർ പറഞ്ഞു. ആദർശധീരതയുടെ ഒരു തലമുറയെ പിന്തുടർന്ന് പൊതുപ്രവർത്തനം നടത്തുന്ന തന്നെ കൊള്ളരുതാത്തവനായി ചിത്രീകരിക്കാനാണ് ശ്രമം. ഇതിനായി സർക്കാരിനെയും അതിനു കീഴിലുള്ള എല്ലാ സംവിധാനങ്ങളെയും ഉപയോഗപ്പെടുത്തുകയാണ്. തനിക്കെതിരെയുണ്ടായ എല്ലാ ആരോപണങ്ങളെക്കുറിച്ചും ഏത് അന്വേഷണത്തിനും തയ്യാറാണ്. പക്ഷേ നീതി ലഭിക്കണമെന്ന് മാത്രം. ഏതായാലും അന്വേഷിക്കട്ടെ. ഞാൻ ഇനി അന്വേഷണ സമയത്തിൻ്റെ ഇടയിൽ ഒന്നിനുമില്ല. അന്വേഷിക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. പക്ഷെ നീതി കിട്ടണം. മറ്റുള്ളവർ ചെയ്തിട്ടുള്ളത് ശരിയെങ്കിൽ അത് ഞാൻ ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ അവരെ മുഴുവൻ ഈ അന്വേഷണ പരിധി കൊണ്ടുവരണം. മുമ്പുള്ളവരെയും കൊണ്ടുവരണം, ഇപ്പോഴുള്ളവരെയും കൊണ്ടുവരണം. ഇപ്പം കൊട്ടേഷന് വിളിച്ചവരെയും കൊണ്ടുവരണം, അന്ന് കൊട്ടേഷൻ ചെയ്തവരെയും കൊണ്ടുവരണം. എനിക്ക് മാത്രം വേറൊരു നിയമം ഉണ്ടാക്കരുത്. KSTPയുടെ പേരിലായിരുന്നു ആദ്യ ആരോപണം. ഇപ്പോഴതിനെക്കുറിച്ച് മിണ്ടാത്തത് എന്തുകൊണ്ടാണെന്ന് ഡോക്ടർ മുനീർ ചോദിച്ചു. KSTP നേരെ ചൊവ്വെ കൈകാര്യം ചെയ്തിരുന്നുവെങ്കിൽ 250 കോടിയുടെ നഷ്ടം തടയാൻ കഴിയുമായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. പതിബല്ലുമായി കരാറുണ്ടാക്കിയതായിരുന്നു അടുത്ത ആരോപണം. ഇപ്പോൾ ഇതേ പതിബല്ലുമായി പിൻവാതിൽ ചർച്ച നടത്തുകയാണ് സർക്കാർ. PWDയിൽ ഡിപ്പാർട്ട്മെന്റ് എക്സിക്യൂഷന്റെ പേരിലും കുറ്റപ്പെടുത്തി. ഇപ്പോൾ അതും ഇതേ LDF സർക്കാർ തന്നെ ചെയ്യുന്നു. എത്രയൊക്കെ തന്നെ ഇല്ലാതാക്കാൻ ശ്രമിച്ചാലും പൊതുപ്രവർത്തനത്തിൽ നിന്ന് ഒളിച്ചോടില്ലെന്നും ഇടതുമുന്നണിയുടെ കൊള്ളരുതായ്മയ്ക്കെതിരെ പോരാടുമെന്നും ഡോക്ടർ മുനീർ പറഞ്ഞു. ഇടതുപക്ഷത്തിന്റെ കൊള്ളരുതായ്മകൾക്കെതിരെയുള്ള എൻ്റെ പോരാട്ടം നിങ്ങൾ എന്തായുധം കൊണ്ടുവന്നാലും ഞാൻ അവസാനിപ്പിക്കില്ല. ഞാൻ ആരെയും പേടിച്ച് ഒരു മാളത്തിൽ പോയി ഒളിക്കാനും ആഗ്രഹിക്കുന്നില്ല. ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. ഏത് പീഡനങ്ങളെ സഹിച്ചും ഞാനിവിടെ ഉണ്ടാവും. എന്തുതന്നെയായാലും തന്റെ പ്രവർത്തനം കൊണ്ട് സംസ്ഥാന സർക്കാരിന് സാമ്പത്തിക നഷ്ടം ഉണ്ടായിട്ടില്ലെന്നും ഡോക്ടർ മുനീർ അറിയിച്ചു. ഇന്ത്യ വിഷൻ, കോഴിക്കോട്.